നമസ്കാരം. 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലം 27 നക്ഷത്രക്കാരുടെയും ഒപ്പം ദോഷപരിഹാര മാർഗങ്ങളെയും പറ്റിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി. വിദേശ തൊഴിൽ ലാഭത്തിന് സാധ്യത, മനസ്സിനിണങ്ങിയ ഗൃഹലാഭം, സേനാ വിഭാഗങ്ങളിൽ സ്ഥാനക്കയറ്റം, വാസസ്ഥാനം വെടിഞ്ഞ് താമസിക്കേണ്ടി വരും. ഇപ്പോൾ ഉള്ള ഫലം മാറി, അതായത് ഇപ്പൊ താമസിക്കുന്ന എവിടെ നിന്നാണോ അവിടെ നിന്നൊക്കെ മാറി ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു കാലത്തിലേക്കാണ് നിങ്ങൾ മാറാൻ പോകുന്നത് കേട്ടോ. വ്യാപാരം അഭിവൃദ്ധിപ്പെടും. വിവാഹ ആലോചനകളിൽ തീരുമാനമെടുക്കും. കോടതികളിലൊക്കെ നിലനിന്നിരുന്ന കേസുകളിലൊക്കെ വിജയം കൈവരിക്കും. സാമ്പത്തികപരമായ മേൽഗതി കൈവരും. പ്രണയബന്ധങ്ങളിൽ അനുകൂല തീരുമാനം കൈക്കൊള്ളുന്ന ഒരു സമയമാണ്. ബന്ധുജന സഹായം വർദ്ധിക്കും. ദോഷശമനത്തിന് ഗണപതി ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രം. ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം. വിവാഹം ആലോചിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ശാരീരിക വിഷമതകളൊക്കെ വിട്ടൊഴിയും. വിദേശ തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കും. സകുടുംബം ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇരുചക്ര വാഹനം മാറ്റി വാങ്ങാനും ഭവന നിർമ്മാണം പൂർത്തീകരിക്കാനും യോഗമുണ്ട്. പണമിടപാടുകളിൽ നേട്ടം കിട്ടുന്ന ഒരു വർഷമാണ്. രോഗദുരിതത്തിൽ നിന്ന് ആശ്വാസം. പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടി വരുന്നതായി കാണുന്നു. പ്രദോഷവ്രതമനുഷ്ഠിച്ച് ശിവഭജനം നടത്തുന്നത് ഗുണകരമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുന്നൊരു വർഷമാണ്. വിദ്യാർത്ഥികൾക്ക് മികവ് പ്രകടിപ്പിക്കുവാൻ അവസരം ലഭിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂല വിധി ലഭിക്കും. സാമ്പത്തിക വിഷമതകൾ മാറും. യാത്രകൾ വഴി നേട്ടം കൈവരിക്കും. സേനാ വിഭാഗങ്ങളിൽ ജോലി ലഭിക്കുവാൻ അവസരം ലഭിക്കും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. വിവാഹ ആലോചനകളിൽ അനുകൂല ബന്ധം ലഭിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനിടവരും. അലസത വെടിയും. ദോഷശമനത്തിന് സുബ്രഹ്മണ്യ ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ്. രോഹിണിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിൽ ലഭിക്കുവാൻ അവസരം. താൽക്കാലിക ജോലി സ്ഥിരപ്പെടും. മനസ്സിൽ നിലനിന്നിരുന്ന വിഷമതകളൊക്കെ വിട്ടൊഴിയും കേട്ടോ. കടബാധ്യതകൾ തീർക്കും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിജയം കാണും. നിലനിന്നിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ ക്ഷമിക്കും. ആരോഗ്യപരമായ വിഷമതകളൊക്കെ വിട്ടൊഴിയും. ഗുണവർദ്ധനായി മാസം തോറും നിങ്ങളുടെ നാളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുന്നത് അത്യുത്തമമാണ്. അതല്ല എങ്കിൽ ഗണപതിയുടെ അമ്പലങ്ങളിൽ, അതായത് ഗണപതി വിഗ്രഹമുള്ള അമ്പലങ്ങളിലൊക്കെ, വിഗ്രഹം പ്രതിഷ്ഠയുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്നത് അത്യുത്തമമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകയിരമാണ്. ആരോഗ്യപരമായ അനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥിരമായി നിലനിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം. സാമ്പത്തിക പുരോഗതി കൈവരിക്കും. ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും. ഭൂമി ക്രയവിക്രയം വഴി കടങ്ങൾ വീട്ടുവാൻ സാധിക്കും. തൊഴിൽ രഹിതരായുന്നവർക്ക് തുടക്കത്തിൽ താൽക്കാലിക ജോലികളും തുടർന്ന് സ്ഥിര നിയമനവും ലഭിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കുന്ന കാലമാണ്. പുതിയ പ്രണയബന്ധങ്ങൾ മുട്ടിടും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധങ്ങൾ ലഭിക്കും. ദോഷപരിഹാരത്തിന് വിഷ്ണു ഭജനം, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കൽ ഇവ നടത്തുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. ഗുണപരമായ നേട്ടങ്ങൾ കൈവരിക്കാവുന്ന കാലമാണ്. തടസ്സങ്ങൾ വിട്ടൊഴിയും. വാക്കുറപ്പിച്ച ഭൂമി വിൽപ്പന വഴി നേട്ടങ്ങൾ ഉണ്ടാകും. സഹോദരൻ, സഹപ്രവർത്തകർ എന്നിവരിൽ നിന്ന് സഹായം ലഭിക്കുക എന്ന വഴി കാര്യങ്ങൾ സാധിക്കും. രോഗദുരിതത്തിൽ കഴിഞ്ഞവർക്ക് ആശ്വാസം ലഭിക്കും. സാമ്പത്തിക അഭിവൃദ്ധി കൈവരിക്കുന്ന കാലമാണ്. ചെറിയ പരിശ്രമം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. പുതിയ തൊഴിൽ മേഖലകളിൽ എത്തിപ്പെടും. വിദേശ തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വിദേശത്ത് തന്നെ പുതിയ ജോലികൾ ലഭിക്കാം. ദേവീ സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ നടക്കുക. ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നതും അത്യുത്തമമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ് കേട്ടോ. പുണർദക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് അനുഭവത്തിലുള്ള വരുന്നത്. സാമ്പത്തിക വിഷമതകളൊക്കെ മാറി, കുറച്ചൊക്കെ സാമ്പത്തിക വിഷമങ്ങൾ മാറുമെങ്കിലും അതിനനുസരിച്ച് തന്നെ ചെലവുകളും അത്യധികം ഉണ്ടാവും. ബിസിനസ് തൊഴിൽ മേഖല ഇവ പുഷ്ടിക്കപ്പെടുമെങ്കിലും മാനസിക സംഘർഷം അധികരിച്ചു നിൽക്കും. കുടുംബജീവിതത്തിൽ അസ്വസ്ഥത രൂപപ്പെടും. സ്വന്തം കഴിവുകൊണ്ട് തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങേണ്ട സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. സന്താനങ്ങൾക്ക് ഗുണപരമായ കാലമാണ്. അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ മനസ്സിന് സന്തോഷം നൽകും. കേസുകൾ, തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ എന്നിവ ഉണ്ടാകുന്ന കാലമാണ്. പൈതൃക സ്വത്തിന്റെ അനുഭവ ഗുണം ഉണ്ടാകും. മേലുദ്യോഗസ്ഥർ, തൊഴിലുടമകൾ എന്നിവരുമായി രമ്യതയിൽ പോകാൻ ശ്രമിക്കുക. ദോഷശമനത്തിനും ഗുണവർദ്ധവിനുമായി വെള്ളിയാഴ്ചകളിൽ സുബ്രഹ്മണ്യ ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. സാമ്പത്തികപരമായ ഉന്നമനം കൈവരിക്കുന്ന കാലമാണ്. തൊഴിലിൽ നിന്നും വസ്തുവിൽപ്പന ഏജൻസി ജോലികളിൽ നിന്നും ധനപുഷ്ടി ഇവ കൈവരിക്കും. അമിത വ്യായാമം ശീലമാകും. ആരോഗ്യപരമായി അനുകൂലമായിരിക്കും. അനുഭവിച്ചു കൊണ്ടിരുന്ന രോഗദുരിതങ്ങൾ വീടുതൽ നേടും. ഗൃഹനിർമ്മാണം സാധ്യമാകുന്ന കാലമാണ്. ഭൂമിയിൽ നിന്നുള്ള ആദായം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. സന്താനാഭിന്നതി, തൊഴിൽ ലാഭം എന്നിവയുണ്ടാകും. ശാസ്ത്രാവിനെ ഭജിക്കുന്നത് ഗുണവർദ്ധനത്തിന് അത്യുത്തമമാണ്. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്.
അരിഷ്ടതകൾ വിട്ടൊഴിഞ്ഞ് നഷ്ടപ്പെട്ട മുതൽ തിരിച്ചു കിട്ടുന്ന കാലമാണ്. ജീവിതത്തിൽ തിരക്ക് വർദ്ധിക്കും, കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും. അതിനാൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം നേരിടേണ്ടതായി വരും. വിവാഹം ആലോചിച്ച് നടക്കാതിരുന്നവർക്ക് തടസ്സം മാറി മികച്ച ബന്ധം ലഭിക്കും. സഹോദരർ, അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്നുള്ള സഹായം വർദ്ധിക്കും. ജീവിത പങ്കാളിക്ക് തൊഴിൽപരമായ നേട്ടമുണ്ടാകും. പണി പൂർത്തിയാക്കിയ ഫ്ളാറ്റ്, വീട് എന്നിവ വാങ്ങുവാൻ യോഗമുണ്ട്. സുബ്രഹ്മണ്യ ഭജനം നടത്തി ഗുണവർധന കൈവരിക്കാം. അടുത്തത് മകം നക്ഷത്രമാണ്. കർമ്മരംഗത്ത് നേട്ടം കൈവരിക്കും. മേലധികാരികളുടെ അധിക പ്രീതി സമ്പാദിക്കും. വരുമാന വർധന ഉണ്ടാകും. മനസ്സിൽ നിലനിന്നിരുന്ന ആഗ്രഹങ്ങൾ ഓരോന്നായി സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ ക്ഷമിക്കും. പിതാവിനോ കുടുംബത്തിനോ മുതിർന്ന അംഗങ്ങൾക്കോ രോഗദുരിതം, ആശുപത്രിവാസം എന്നിവ വേണ്ടിവരും. വാഹനം മാറ്റിവാങ്ങും. സർക്കാർ ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതായി കാണുന്നു. ശിവഭജനം നടക്കുക, സർപ്പപ്രീതി വരുത്തുക. ശിവനെ ഭജിക്കുന്നത് അത്യുത്തമമാണ് ഈ 2025 മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ്. പൂരംകാരെ സംബന്ധിച്ചിടത്തോളം തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളിലൊക്കെ പുരോഗതി ഉണ്ടാകും. നടപ്പാകില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി സാധ്യമാക്കും. ആരോഗ്യപരമായ വിഷമതകൾ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടതായി വരും. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യത. വിദേശയാത്രയ്ക്ക് യോഗമുണ്ട്. ഓഹരി വിപണി, ഊഹക്കച്ചവടം എന്നിവയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും. തിരുത്തി പിടിച്ചുള്ള തീരുമാനങ്ങൾ വഴി ധനനഷ്ടത്തിനുള്ള സാധ്യത. വിദ്യാർത്ഥികൾക്ക് തൊഴിൽദാതാക്കൾ വഴി നേരിട്ട് ജോലി ലഭിക്കും. ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് ദോഷശാന്തി കൈവരുത്തുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ്. സ്ഥാനമാറ്റത്തിന് യോഗം കാണുന്നു. വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് അഭിഭാഷകരുടെ ശ്രദ്ധക്കുറവിനാൽ പരാജയം സംഭവിക്കാം. വാദസംബന്ധമായ വിഷമങ്ങൾ നേരിടും. ടെക്നിക്കൽ മേഖലയിൽ പഠനം നടത്തുക, തൊഴിൽ ലഭിക്കുക എന്നിവ ഉണ്ടാകും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തും. ഗൃഹനിർമ്മാണത്തിൽ നിന്നിരുന്ന അവിചാരിത തടസ്സം നീങ്ങും. വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ മോഷണം പോകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. സുഹൃത്തുക്കൾക്ക് പണം കടം നൽകിയ വിരോധം സമ്പാദിക്കുന്ന ഒരു വർഷമാണ്. എന്നാൽ നമ്മൾ സുഹൃത്തുക്കൾക്കൊക്കെ കടം കൊടുത്താൽ തിരിച്ചു കിട്ടാതെ വരുമ്പോൾ നമ്മളത് ചോദിച്ച് പുറകെയൊക്കെ പോകുമ്പോൾ അവരതൊരു ശത്രുതയിലേക്കായിരിക്കും എടുക്കുന്ന ഒരു വർഷമാണ് ഈ 2025. ഹനുമാൻ സ്വാമിയെ ഭജിച്ച് ദോഷശമനം വരുത്തുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന അത്തങ്കാരാണ് കേട്ടോ. ഗുണപരമായ മാറ്റങ്ങൾ കൈവരുന്ന വർഷമാണ്. ജീവിതഗതിയെ നിയന്ത്രിക്കുന്ന പ്രധാന തീരുമാനങ്ങൾ എടുക്കും. മാനസികമായി ഒരു പ്രത്യേക ബലം കൈവരും. ജോലിക്കുള്ള പരിശ്രമം വിജയിക്കും. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി ലഭിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ദാമ്പത്തിക ജീവിത സൗഖ്യം അനുഭവത്തിൽ വരുന്ന കാലമാണ്. കൃത്യമായ ആസൂത്രണത്തോടെ ഗൃഹനിർമ്മാണം തുടങ്ങി പൂർത്തീകരിക്കുവാൻ സാധിക്കും. വിവാഹ ആലോചനകളിൽ വിജയം കൈവരിക്കും. മനസ്സിലിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കും. ഗണപതി ഭജനം നടത്തി ദോഷശമനം വരുത്തുക. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രം. ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. പാരമ്പര്യജന്യ രോഗമായ പ്രമേഹം പിടിപെടാനുള്ള സാധ്യത അധികരിച്ചു നിൽക്കുന്നു. സന്താനങ്ങളെ കൊണ്ടുള്ള അനുഭവ ഗുണം കുറവായിരിക്കും. അതിനാൽ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് കലഹിക്കുവാനുള്ള പ്രവണത അധികരിക്കും. അടുത്ത നക്ഷത്രം അനിഴം. ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന കാലമാണ്. ബന്ധുജന ഗുണം വർദ്ധിക്കും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ പിണക്കം മാറി തിരികെ എത്തും. വിവാഹമോചനം വരെ എത്തിയ തർക്കങ്ങൾ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ദമ്പതികൾക്ക് സാധിക്കും. ശാരീരികമായി നിലനിന്നിരുന്ന അവശതയൊക്കെ അകലും. ഭൂമിയിൽ നിന്നോ കാർഷിക മേഖലയിൽ നിന്നോ ധനലാഭം പ്രതീക്ഷിക്കാം. അശ്രദ്ധ മൂലം ധനനഷ്ടം സംഭവിക്കാതെ ശ്രദ്ധിക്കുക. രോഗദുരിതത്തിൽ നിന്നുള്ള മോചനം മനസ്സിന് ആശ്വാസം നൽകും. നവഗ്രഹ പ്രീതി വരുത്തി ദോഷഫലങ്ങൾ കുറയ്ക്കാം. അടുത്ത നക്ഷത്രം തൃക്കേട്ട. മാനസികമായ ബലവർധനയിലൂടെ കാര്യപുരോഗതി കൈവരിക്കും. ബന്ധുഗുണം വർദ്ധിച്ചു നിൽക്കുന്ന കാലമാണ്. ബന്ധുജന സഹായം, തൊഴിൽ ലാഭം, വിവാഹ ലാഭം എന്നിവ ഉണ്ടാകും. ആശ്രയിച്ചു നിൽക്കുന്നവരിൽ മികച്ച പിന്തുണയുണ്ടാകും. ദാമ്പത്തിക ജീവിത സൗഖ്യം കൈവരിക്കും. ഇരുചക്ര വാഹനം മാറ്റി വാങ്ങുവാനുള്ള യോഗമുണ്ട്. ഗൃഹനിർമ്മാണത്തിന് ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. പണി പൂർത്തിയാക്കിയ വീടുകൾ, ഫ്ളാറ്റുവ എന്നിവ വാങ്ങാൻ യോഗമുണ്ട്. കടങ്ങൾ വീട്ടുവാനും പണയ ഉരുപ്പടികൾ തിരിച്ചെടുക്കുവാനും സാധിക്കും. ഗുണഫല വർധനയ്ക്ക് മഹാവിഷ്ണു ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം മൂലം. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ നേട്ടം. അധികാര കേന്ദ്രത്തിൽ മത്സരങ്ങൾ തരണം ചെയ്യും. കുടുംബത്തിൽ സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകും. സന്താനത്തിന് അന്യദേശത്ത് തൊഴിൽ ഔന്നത്യം, മംഗളകാര്യത്തിന് ഉറ്റവരിൽ നിന്നും ധനസഹായം ഒക്കെ ലഭിക്കും കേട്ടോ. സാങ്കേതിക മേഖലകളിലൊക്കെ ജീവിത പങ്കാളിക്ക് അനുകൂല സമയം. വിനോദസഞ്ചാര മേഖലയിൽ ഗുണകരമായ ആശയങ്ങൾ പ്രാവർത്തികമാകും. ഇരുചക്ര വാഹനം വാങ്ങാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സഫലമാകും. സ്വഗ്രഹം വിട്ടു താമസിക്കും. ശത്രുക്കൾ മേൽ വിജയം കൈവരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശത്രുക്കളൊക്കെ ഉണ്ട്, അവരെ നിങ്ങൾക്ക് തോൽപ്പിക്കാനൊക്കെ സാധിക്കും.
വ്യവഹാരം, മത്സര പരീക്ഷകൾ തുടങ്ങിയവയിൽ നിന്ന് വിജയം നേടും. കാർഷിക രംഗത്ത് നേട്ടങ്ങളൊക്കെ കൊയ്യുന്ന ഒരു കാലമാണ്. ദോഷപരിഹാരത്തിന് ഹനുമത് വചനം നടത്തുക. അടുത്ത നക്ഷത്രം പൂരാടം. തൊഴിൽപരമായ നേട്ടങ്ങൾ, താൽക്കാലിക ജോലി സ്ഥിരപ്പെടും. ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കും. യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കും. ആരോഗ്യപരമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ ശമിക്കും. കുടുംബത്തോടൊപ്പം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിദേശത്തു നിന്ന് നാട്ടിൽ തിരിച്ചെത്തുവാൻ സാധിക്കും. സുഹൃത്ത് സമാഗമം ഉണ്ടാകും. പൈതൃക സ്വത്ത് അനുഭവത്തിൽ വരും. ഭവന നവീകരണത്തിന് പണം ചെലവിടും. പണമിടപാടുകളിൽ കൃത്യത പുലർത്തും. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കാം. ദോഷശമനത്തിന് വിഷ്ണു ഭജനം നടത്തുന്നത് അത്യുത്തമം. അടുത്തത് ഉത്രാടം. മാനസികമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറും. ഏറ്റെടുത്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാനും ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനും യോഗമുള്ള കാലമാണ്. കടം നൽകിയ പണം തിരികെ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. സഹപ്രവർത്തകരുടെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങൾ ചേർന്ന് വരുന്ന സമയമാണ്. അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം, തികച്ചും അവിചാരിതമായി ധനലാഭം പ്രതീക്ഷിക്കാം. ധനലാഭമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ് കേട്ടോ. ഗുണവർദ്ധനത്തിന് ധർമ്മശാസ്ത്ര ക്ഷേത്രം നടത്തുക. അതായത് അയ്യപ്പന്റെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നത് അത്യുത്തമം. അടുത്തത് തിരുവോണം. ഔദ്യോഗിക രംഗത്ത് നേട്ടം, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ അവസരമുണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിഷമതകൾ മാറും. ഷെയർ, ഊഹക്കച്ചവടം എന്നിവയിൽ നിന്ന് ധനലാഭം കൈവരിക്കും. മനസ്സുഖം വർദ്ധിക്കും. സാമൂഹിക പ്രവർത്തന രംഗത്ത് അധികാരം നേടിയെത്തും. വ്യാപാര ബന്ധം ദൃഢമാകും. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. സർക്കാരിന് എന്തെങ്കിലുമൊക്കെ പെൻഷനോ കാര്യങ്ങളൊക്കെ കിട്ടാനുണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. ദോഷശമനത്തിന് ദേവീ ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം അവിട്ടം. പൊതുപ്രവർത്തന രംഗത്ത് നേട്ടം കൈവരിക്കാനാകും. തൊഴിൽപരമായി നേരിട്ടിരുന്ന വിഷമതകൾ തരണം ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധം ലഭിക്കും. ഭക്ഷണസുഖം വർദ്ധിക്കും. ബന്ധു സമാഗമം ഉണ്ടാകും. സാമ്പത്തികമായി പുരോഗതി പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ വിൽക്കുന്നത് വഴിയൊക്കെ നിങ്ങൾക്ക് ലാഭമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ മുഖേന സന്തോഷിക്കാൻ ഇടവരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ദോഷശമനത്തിന് അവതാര വിഷ്ണു ഭജനം നടത്തുക. അടുത്ത നക്ഷത്രം ചതയം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി, വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല കാലമാണ്. മികച്ച സ്ഥാപനത്തിൽ നിന്നും മേന്മയുള്ള ഓഫർ, വാടക ഗൃഹത്തിൽ നിന്നും മാറും. ക്യാമ്പസ് ഇന്റർവ്യൂവിൽ മികച്ച ജോലി, വസ്തുതർക്കം ന്യായമായി പരിഹരിക്കും. ആഡംബര വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. ഏജൻസി ഇടപാടുകളിൽ ധനവരവ്, ഗൃഹം മൂടി പിടിപ്പിക്കും. സന്താന ഗുണം ഉണ്ടാകും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ വസ്തുക്കൾ തിരികെ ലഭിക്കും. പഴയ വാഹനം മാറ്റി വാങ്ങുവാൻ സാധിക്കും. ഗുണവർദ്ധനവിന് നാഗരാജ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുക. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതി. പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി തുടക്കം കുറിക്കും. ഭൂമി ഇടപാടുകളിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാം. രോഗാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം പ്രതീക്ഷിക്കാം. ദീർഘദൂര യാത്രകൾ വേണ്ടിവരും. സാമ്പത്തിക ഉന്നമനം കൈവരിക്കും. പ്രണയം ബന്ധിതർക്ക് വീട്ടുകാരിൽ നിന്ന് അംഗീകാരം ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. ഉന്നത സ്ഥാനീയരുമായി മികച്ച ബന്ധം സ്ഥാപിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ഉദര സംബന്ധമായി നിലനിന്നിരുന്ന വിഷമതകളൊക്കെ മാറും. ഗുണവർദ്ധനവിന് ദോഷശമനത്തിനുമായി ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി. പ്രൊഫഷണൽ കോഴ്സുകളിൽ ഉന്നത വിജയം, മംഗളകർമ്മങ്ങൾ നടക്കും. തൊഴിൽ രംഗത്ത് ഉത്തരവാദിത്തം വർദ്ധിക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാം. ദൂരദേശത്ത് ഉദ്ദിഷ്ട കാര്യസാധ്യം ഉണ്ടാകും. സാമ്പത്തിക കടബാധ്യതകൾ തീർക്കും. സന്താനങ്ങൾ മുഖേന മനസ്സന്തോഷം കൈവരിക്കും. ശത്രുപീഡ കുറയും. ഉപരിപഠനത്തിന് സ്കോളർഷിപ്പുകളൊക്കെ ലഭിക്കും. വിവാഹത്തിനുണ്ടായ തടസ്സങ്ങളൊക്കെ മാറും. ദോഷശമനത്തിന് ശിവഭജനം നടത്തുക. അടുത്ത നക്ഷത്രം രേവതി. അവസാന നക്ഷത്രം എന്ന് പറയുന്നത് രേവതി. സാമ്പത്തിക ഭദ്രത കൈവരിക്കും. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ആഡംബര വസ്തുക്കൾക്കായി പണച്ചെലവുണ്ടാകും. ആഗ്രഹിച്ചിരുന്ന ജോലിക്ക് നിയമന ഉത്തരവ് ലഭിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിയും. സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകും. ജീവിത പങ്കാളിക്ക് സർക്കാർ തല ബഹുമതി, ഗവേഷണ രംഗത്ത് അന്തർദേശീയ തലത്തിൽ അംഗീകാരം, മാതൃസ്വത്തിന്റെ വീതം ലഭിക്കും. ഗുണവർദ്ധനവിന് ശിവഭജനം നടത്തുക. ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.